നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബാച്ചിലേഴ്സിന് പോലും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് ആദ്യമേ തന്നെ 1 കപ്പ് അവിലാണ് വേണ്ടത്. നല്ല കട്ടിയുള്ള അവിൽ വേണം ഇതിന്. ബാക്കിയുള്ള അവിലൊന്നും ഇതിൽ ശരിയാവുകയില്ല. കട്ടിയുള്ള അവിൽ തന്നെ എടുക്കണം. അത് നമുക്ക് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയ ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല വെള്ളമൊഴിച്ച് അതിൻ്റെ ലെവലിന് കുറച്ച് മുകളിലായിട്ട് വെള്ളം ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് വയ്ക്കാം. 10 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് 10 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒരു അരിപ്പയിലിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാറ്റിയെടുക്കാം. നല്ലപോലെ വെള്ളം അതിൽ നിന്ന് വാർന്നു പോകണം. നമുക്കതിനായിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ അത് ആ അരിപ്പയിലിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, എന്നാലാണ് നല്ല മണം. വേറെ എണ്ണയും ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കൂടുതൽ അതിന് മണവും നല്ല രുചിയും. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ പിന്നെ അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ഓരോ ടീസ്പൂൺ വീതം. പിന്നെ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 10-25 മിനിറ്റിൽ തന്നെ നമുക്കത് റെഡിയായി കിട്ടും. ഇപ്പോൾ നമുക്ക് ആ അവിൽ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ കടുക് വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നാളികേരം ചിരകിയത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഈ കറിവേപ്പിലയും നമ്മൾ ഇടുമ്പോൾ തന്നെ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് തേങ്ങയും പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ അവിലിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയും പച്ചമുളകും ചതച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇഞ്ചി ചേർത്തിട്ടില്ല. ഇഞ്ചിയും ചേർത്താലും നല്ലൊരു രുചിയായിരിക്കും. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല, ഒട്ടും തന്നെ വെള്ളം നമ്മൾ കുതിർത്ത് വെച്ച ആ നനവുണ്ടാകുമല്ലോ, അത് തന്നെ ധാരാളമാണ്. അതിന് കൂടുതലായിട്ട് വെള്ളം ചേർക്കരുത്, ശരിയാവുകയില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ രുചികരമായ അവിൽ കൊണ്ടുള്ള കൊഴുക്കട്ട, പിടിക്കൊഴുക്കട്ട എന്നൊക്കെ പറയുന്നതിന് അത് റെഡിയാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ലഞ്ച് ബോക്സിനും വേണമെങ്കിൽ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്കിത് തേങ്ങാ ചട്നിയുടെ കൂടെ സെർവ് ചെയ്താൽ നല്ല രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.